പക്ഷേ 2 ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളല്ല സംശയങ്ങൾ കൂടിയാണ്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു വിഭാഗം നിമിഷപ്രിയ അനുകൂലിക്കുമ്പോൾ അത് നിമിഷപ്രിയയ്ക്ക് തന്നെ ദോഷമായി മാറും എന്നാണ് പല അഭിഭാഷകരടക്കം പലരും പറയുന്നത്. കാരണം യമനിൽ പല വാർത്തകളും അവരുടെ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തുകൊണ്ട് അവരിതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ രാജ്യത്തെയും അവിടുത്തെ നിയമവ്യവസ്ഥയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള രീതിയാണ് നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്നതെന്ന് തോന്നലുണ്ടായാൽ അത് നിമിഷപ്രിയയുടെ മോചനത്തിന് വലിയ തടസ്സമാകും എന്നാണ് പലരും പറയുന്നത്. മറ്റൊരു വിഭാഗം കേന്ദ്ര സർക്കാരാണ് ഇതെല്ലാം ചെയ്തത്, കാന്തപുരം ഇതിലൊന്നും ചെയ്തിട്ടില്ല, കാന്തപുരം ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി വന്ന ഒരാൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ ചില വാർത്താ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ചില പ്രചരണം നടത്തുന്നു. ഇതിന്റെ രണ്ടിന്റെയും യഥാർത്ഥ സത്യം എന്താണ്? ഇതിൽ ആദ്യത്തെ ഒരു സാങ്കേതികമായ സത്യമുണ്ട്. അത് ധന്യ പറഞ്ഞ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ സോഷ്യൽ മീഡിയ എന്നല്ല, പുതിയ കാലത്ത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ്. പുതിയ മാധ്യമത്തിൽ ന്യൂ മീഡിയ എന്നാണ് ഇതിന് പറയുക. സോഷ്യൽ മീഡിയക്ക് പറയുന്ന മറ്റൊരു പേരാണ് ന്യൂ മീഡിയ, ഡിജിറ്റൽ മീഡിയ. എന്ത് പേരിട്ട് വിളിച്ചാലും അതിൽ സ്വകാര്യം എന്നൊന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അബദ്ധം പറ്റുന്നത് വാതിലടച്ചിട്ട് ലാപ്പ് തുറന്നു വെച്ചിട്ട് ഇൻ്റർനെറ്റിൽ കയറിയാൽ എല്ലാം സ്വകാര്യമാണെന്നാണ്. ആ സമയത്ത് നമ്മൾ തുറന്നു കൊടുക്കുന്നതാണ് പിന്നീട് ഇതിനകത്ത് പല സൈറ്റുകളായിട്ട് വിൽക്കപ്പെടുന്നത്. നമ്മളത് തിരിച്ചറിയാഞ്ഞിട്ടാണ്. സ്വകാര്യത എന്നൊന്നില്ല. വേറൊന്ന്, നമ്മുടെ ധാരണ നമ്മുടെ അക്കൗണ്ട് നമ്മുടേതല്ലേ, പാസ്വേഡ് നമ്മുടേതല്ലേ. ഇതേ സോഷ്യൽ മീഡിയ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ഏത് പാസ്വേഡും ഡീകോഡ് ചെയ്യാനുള്ള ഫോർമാറ്റ് കൂടിയുണ്ട്. ഇതേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആ ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സൈറ്റും ഹാക്ക് ചെയ്യാനും നിങ്ങൾ എക്സ്പേർട്ടാണ്. എന്നുവെച്ചാൽ നിങ്ങളെ ഹാക്കിംഗ് പഠിപ്പിക്കുന്ന, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട എല്ലാ സൈബർ കുറ്റകൃത്യങ്ങളും പഠിപ്പിക്കുന്ന ആപ്ലിക്കേഷൻസ് അതേ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കാശ് കൊടുത്ത് നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വകാര്യത എന്ന് പറയുന്ന ഒന്നില്ല. ഇനി പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ലഭ്യമാണ്. ലോകത്തിലെ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽ ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട ഡാറ്റ വെച്ചിട്ട് 40 ഭാഷകളിലേക്കെങ്കിലും ഒരേ സമയം ലഭ്യമാണ്. അപ്പോൾ മലയാളമല്ലേ, നമ്മൾ മലയാളത്തിലല്ലേ പറയുന്നത്. ഞാനും തന്നെയും മലയാളത്തിൽ പറയുന്നത് ഹൂത്തികൾക്ക് എങ്ങനെ മനസ്സിലാവും, യമനികൾക്ക് എങ്ങനെ, അറബികൾക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് ധരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ പറയുന്നത് ആ മൊമെൻറ്റിൽ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യമനി ഭാഷയിൽ അവർക്ക് കേൾക്കാൻ പറ്റും. അത്ര അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ കയ്യിലുള്ള മീഡിയ എന്ന് ഓർക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്വക്കേറ്റ് അഭിലാഷ് മാത്രമല്ല, ആരും അങ്ങനെ പറഞ്ഞാലും അത് സത്യമാണ്. ഇതിനകത്ത് അത് നിമിഷപ്രിയയുടെ കേസിൽ മാത്രമല്ല, എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. നമ്മൾ മാത്രമല്ല കേൾക്കുന്നത്, ലോകം മുഴുവനുള്ള മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. 1. 2, നിമിഷപ്രിയയുടെ കേസിൽ ഇപ്പോൾ ഏത് ഭരണകൂടത്തെയാണ് ആളുകൾ വിമർശിക്കുന്നത്? ആളുകൾ ഭരണകൂടത്തെ വിമർശിക്കുകയല്ലല്ലോ. ഭരണകൂടത്തെ വിമർശിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അബ്ദുറഹീമിന്റെ കേസിൽ നമ്മൾ സൗദി ഗവൺമെന്റിനെ വിമർശിച്ചിട്ടില്ല. അവിടുത്തെ ഗവൺമെന്റിനെ മാറ്റേണ്ടത് നമ്മുടെ പണിയല്ല, അവിടുത്തെ പൗരന്മാരുടെ പണിയാണ്. അവർക്ക് രാജാധിപത്യം മതി, അവർക്ക് ഇസ്ലാമിക ഭരണം മതി, ആവട്ടെ, അത് അവർ സഹിച്ചു കൊള്ളണം. പക്ഷേ അവിടെ എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികൾ പെട്ടുപോയാൽ അല്ലെങ്കിൽ അവിടേക്ക് ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമം ഇങ്ങനെയാണ്, വ്യവസ്ഥ ഇങ്ങനെയാണ്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പോയ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ യമനിലേക്ക് നിമിഷപ്രിയ ജീവിക്കാൻ വേണ്ടി പോയതാണ്, കഷ്ടപ്പാട് കൊണ്ട് പോയതാണ്. ആ കുട്ടി അവിടെ ചെന്നപ്പെട്ടാൽ നമ്മൾ യമൻ ഭരണകൂടത്തെ വിമർശിക്കുന്നില്ല. പിന്നെ യമൻ ഭരണകൂടം പോലും ഇപ്പോൾ അവരുടെ ഭരണകൂടമല്ല. ഇപ്പോൾ സനായിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂത്തി തീവ്രവാദികളാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള തീവ്രവാദികൾ വന്ന് ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം കൈയടക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഗവൺമെന്റ് രാജ്യം ഭരിക്കാൻ വേണ്ടി അങ്ങ് ദൂരെ ഒരു തീരദേശത്തെ ഏദനിലേക്ക് പോയിരിക്കുകയാണ്. ഏദൻ, ഹദർമൗത്ത്, കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ ഇപ്പോൾ യമൻ ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ സന എന്ന രാജ്യം യമൻ്റെ അല്ല, ഹൂത്തി തീവ്രവാദികളാണ്. അവരാണ് സന സെൻട്രൽ ജയിൽ ഭരിക്കുന്നത്. അവരുടെ നിയമമാണ് അവിടുത്തെ കോടതിയിലുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും ഈ നിമിഷപ്രിയയോട് ആ രാജ്യം നീതി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് യമനെ വിമർശിക്കുക പോലും അല്ല, നമ്മൾ വിമർശിക്കുന്നത് ഹൂത്തി തീവ്രവാദികളെയാണ്. MR അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇത് ഹൂത്തി തീവ്രവാദികൾ കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ അവർക്കൊരു പണി കൊടുക്കണം, അവരുടെ നാട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് വിചാരിച്ചു കളഞ്ഞാൽ രക്ഷയില്ല. അപ്പം നമുക്കൊന്നും പറയാനും പറ്റില്ല.
നിമിഷപ്രിയ അവിടെ കരഞ്ഞു പറയുന്നതും ലോകത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതും സ്വന്തം വീട്ടുകാരോട് പറഞ്ഞതും ഒക്കെയാണ്. അവിടുത്തെ മാധ്യമങ്ങളും അവിടെ അവരെ സഹായിക്കുന്നവർ പറഞ്ഞതും ഒക്കെ നമ്മൾ പറയുന്നുള്ളൂ, പുതുതായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവരുടെ വേദന പങ്കിടുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം, കാന്തപുരം പോലുള്ള നേതാക്കന്മാരെ, ആത്മീയ നേതാക്കളുടെ സഹായം ഈ കേസിൽ ഉപയോഗിക്കുന്നത്, അതിന് അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് കാര്യങ്ങളുണ്ട്. പലരും ഇതിൽ ഇരുചവി അറിയാതെ നിമിഷപ്രിയക്ക് സഹായം ചെയ്യുന്നവരുണ്ട്, പണം അയച്ചു കൊടുത്തും യമനിൽ തന്നെ നിന്നുകൊണ്ട് ആവുന്നതൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള 5-6 പേരെങ്കിലും എനിക്കറിയാം. യമനിലേക്ക് ഇവിടുന്ന് പോയ മലയാളികളായ ആളുകൾ, അവിടുത്തെ വലിയ ചെറിയ കച്ചവടം ചെയ്തും വലിയ കച്ചവടം ചെയ്തും ഒക്കെ വലിയ കച്ചവടക്കാരായി വളർന്നവരൊക്കെ അവരൊക്കെ ആവുന്ന വിധം ചെയ്യുന്നുണ്ട്. അവരാരോടും പറയുന്നില്ല. പക്ഷെ കാന്തപുരം അവസാന നിമിഷം ഇതിൽ ഇടപെട്ടപ്പോൾ നമ്മൾ അറിഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ അത് അറിയിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകും. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് മഹത്തായ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ്. ഒന്ന്, നിമിഷപ്രിയ എന്ന മനുഷ്യൻ്റെ, എന്ന സ്ത്രീയുടെ, എന്ന പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഇസ്ലാമിക പണ്ഡിതനായ ഞാനും പങ്കുവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു മാതൃകയുണ്ട്. ഇസ്ലാമിനും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇസ്ലാമിക വിശ്വാസികളുമായ ആളുകൾക്കൊരു വലിയ സന്ദേശമുണ്ട്. ഇതാ, നിമിഷപ്രിയ ഒരു ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അവരുടെ ഭർത്താവ് ക്രിസ്ത്യനാണെന്ന് തോന്നുന്നു, അവരിപ്പോൾ എന്ത് വിശ്വാസമാണെന്ന് ആർക്കും അറിഞ്ഞൂടാ, ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തേണ്ടത്, നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യേണ്ടത് മുസ്ലിങ്ങളായ മനുഷ്യരുടെ കൂടി ബാധ്യതയാണ് എന്ന പാഠം ലോകത്തിന് പകർന്നു നൽകാനാണ് ഞാനത് ലോകത്തെ അറിയിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? പിന്നെ ഇക്കാലം വരെ അദ്ദേഹം ഇടപെട്ടില്ല, ഇപ്പോൾ വന്ന് ഇടപെടുന്നു, ക്രെഡിറ്റ് എടുക്കുന്നു. ഞാൻ പറയുന്ന ഒരു സൽക്കർമ്മം ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ 2 ഉദ്ദേശമുണ്ട്. ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുന്നു എന്നപ്പോൾ ആ ആരോപണമാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത് ചെയ്യുന്നു എന്ന് ലോകത്തോട് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കർമ്മങ്ങൾ, ഇത്തരം ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള പ്രചോദനം കൂടിയല്ലേ? അങ്ങനെ എടുത്തു നോക്കൂ, അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്തു നോക്കൂ. ഇന്നലെ വരെ അദ്ദേഹം ചെയ്തില്ല, അദ്ദേഹം മറ്റൊരുപാട് പണി, അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ള മനുഷ്യനല്ലേ. ഇത് ആവശ്യമുള്ള നേരത്ത്, ഒരു കൊലക്കയറിൽ നിന്ന് രക്ഷിക്കേണ്ട നേരത്തെങ്കിലും അദ്ദേഹത്തിന് ഇടപെടണം എന്ന് തോന്നിയല്ലോ. അദ്ദേഹത്തിന് ആവുന്ന വിധം ചെയ്യുന്നുണ്ടല്ലോ. അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാന്തപുരത്തോട് ഇപ്പോൾ പലതരത്തിൽ കാന്തപുരം സുന്നിയിലെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവാണ്. അദ്ദേഹത്തോട് ഒരുപാട് വിയോജിപ്പുള്ളവരുണ്ട്. ഇസ്ലാമിനകത്താണ് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത്. അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ളവരാണ് ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട്, നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് കാന്തപുരം ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാപ്പ് കൊടുക്കരുത്. ഒന്ന് ആലോചിച്ചു. കാന്തപുരം ക്രെഡിറ്റ് എടുത്താലും നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നല്ലേ പറയുന്നത്? നിങ്ങൾ കാന്തപുരം ത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്കും വിയോജിപ്പില്ലാത്ത ആളുകൾ ഓരോ ഇഷ്യൂവിലും ഓരോരുത്തർക്കും ഓരോ നിലപാടായിരിക്കും. കാന്തപുരത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, കാന്തപുരത്തിൻ്റെ മതപരമായ നിലപാട്, കാന്തപുരം ചേകനൂർ കേസിൽ നടത്തിയ ഇടപെടലുകൾ ഒക്കെ അതൊക്കെ പലതരക്കാർക്ക് അഭിപ്രായം ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ ആവശ്യം എന്താ? നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമോ? അതിൽ കാന്തപുരം വന്ന് ഇടപെട്ടില്ല, അവസാന നിമിഷത്തിലായാലോ അതിന് ഫലം കണ്ടാലോ? കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, നമ്മളൊരു ദൗത്യ സംഘത്തെ അയക്കുന്നുണ്ടെങ്കിൽ അതിൽ കാന്തപുരത്തെയോ അദ്ദേഹത്തിൻ്റെ ദൂതന്മാരെയോ അയക്കണം. ഒരു പക്ഷേ അതുകൊണ്ട് പ്രയോജനം കിട്ടിയാലോ? അതിന് കാരണമുണ്ട്. അവിടെ ഈ യമനികൾക്ക് സൂഫികളോട് വലിയ വിശ്വാസമാണ്. യമനിലെ സൂഫി പണ്ഡിതന്മാരോട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ബന്ധം ഫലം ചെയ്യുമോ ഇല്ലയോ ഒക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ്. ഈ സമയം അതിൻ്റെ സമയമല്ല. നമ്മുടെ പല ആളുകളും ചെയ്യുന്നത് പോലെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, നിമിഷപ്രിയയെ എന്തിന് രക്ഷിക്കണം എന്ന് ചോദിക്കുന്നത് പോലെ സമാന്തരമായൊരു ക്രൂരമായ ചോദ്യമാണ്. ആളുകൾ ആരെങ്കിലും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിച്ചിട്ട് ക്രെഡിറ്റ് എടുത്തുകൊള്ളട്ടെന്നേ, നമുക്കെന്ത് വേണം? നിമിഷപ്രിയയെ രക്ഷപ്പെട്ട് കിട്ടണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം. അതിനുശേഷം ആരെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ. ഇനി നിമിഷപ്രിയയുടെ പേരിൽ ഒന്നും ചെയ്യാതെ വലിയ തോതിൽ തട്ടിപ്പ് നടത്തുന്നവരില്ലേ, അവരെക്കാളൊക്കെ ഭേദമല്ലേ ഇദ്ദേഹം അതിന്റെ പേരിൽ പണം പിരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ കണ്ടാൽ അല്ല മാഷ, ഒരു ചോദ്യം കൂടി. ഈ യമൻ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമല്ല, അവിടെ രാജഭരണമാണ്, മതമാണ് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മതത്തിനാണ്. അപ്പോ ഈ സർക്കാർ തലത്തിൽ ഇടപെടലിനപ്പുറം ഒരു മതപണ്ഡിതനെത്തുമ്പോൾ അതിന്റെ തലങ്ങൾ മാറുകയല്ലേ? ആയിക്കോട്ടെ എന്നേ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു മതരാജ്യത്തോട് സംവദിക്കേണ്ട ഭാഷ പലപ്പോഴും ജനാധിപത്യത്തിൻ്റെതാവണമെന്നില്ല, അത് മതത്തിൻ്റേത് തന്നെ ആവാം. അവിടെ മതപണ്ഡിതന്മാർ ആലോചിച്ച് നോക്കും, 3 കൂട്ടരാണ് അവിടെ ഭരിക്കുന്നത്. ഒന്ന് ട്രൈബ്, ഈ ഗോത്രത്തലവന്മാരാണ്. ഗോത്രത്തലവന്മാരോട് ചോദിച്ചിട്ടല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വീട്ടിലേക്ക് ഇപ്പോൾ തലാലിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അവിടുത്തെ ഗോത്രത്തലവൻ പറയണം. മനസ്സിലായില്ലേ? ഗോത്രത്തലവൻ
ആകെ ഇത് സംസാരിക്കുക ആത്മീയ നേതാവിനോടാണ്, അവിടുത്തെ മതപുരോഹിതനോടാണ്. ആ മതപുരോഹിതനോടാണ് കാന്തപുരം സംസാരിച്ചതെങ്കിൽ മതപുരോഹിതന് ഗോത്രത്തലവനോട് കൈമാറും, ഗോത്രത്തലവൻ വീട്ടുകാരോട് സംസാരിക്കും. അങ്ങനെ എളുപ്പത്തിലൊരു ചാനൽ, ഭരണകൂടമല്ല അവിടെ ഫലപ്രദമായ ചാനൽ, മതം കൂടിയാണ്. അതുകൊണ്ട് അതിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട്, ഇന്ത്യ മതവിരുദ്ധമായ രാജ്യമല്ലല്ലോ, മതപണ്ഡിതന്മാർക്ക് എല്ലാ മതത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യമല്ലേ, ആ പണ്ഡിതന്മാരെ കൂടി ഉൾക്കൊള്ളിക്കൊണ്ട് ഒരു ദൗത്യ സംഘമാണ് യമനിൽ ആരാണോ ഗുണം ചെയ്യുന്നത് അവിടെ ഇപ്പോൾ ഒരു ബുദ്ധ സന്യാസിയെയോ ഒരു ഹിന്ദു സന്യാസിയെയോ അയച്ചിട്ട് തൽക്കാലം ഗുണം ചെയ്യില്ല എന്ന് വരാം. ആ സമയത്ത് ഒരു മുസ്ലിം പണ്ഡിതനെ അയച്ചാൽ ഗുണം ചെയ്യുമെങ്കിൽ, അതുകൊണ്ടാണ് നിമിഷപ്രിയ രക്ഷപ്പെടുന്നതെങ്കിൽ നമുക്ക് എന്തിന് അതിനെതിരെ നിൽക്കണം? വെറുതെ അനാവശ്യമായ വാദങ്ങളും തടസ്സവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ ജീവൻ ഇനിയും അപകടത്തിലാക്കണോ എന്ന ചോദ്യം ഈ രണ്ടു കൂട്ടരോട് നമുക്ക് ചോദിക്കണം.